സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ MLA സൂഫി പണ്ഡിതൻ വഴി ഇടപെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതോടെ പല മാന്യന്മാരുടെയും തനിനിറം പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി വർഷങ്ങളായി യമനിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം ഭാസ്കരന്റെ യഥാർത്ഥ മുഖം കൂടുതൽ പുറത്തുവരികയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ സാമുവൽ ജെറോമിന്റെ കള്ളക്കഥകൾ പൊളിച്ചടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. അബ്ദുൽ ഫത്ത മഹ്ദി എന്ന തലാലിന്റെ സഹോദരൻ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം അറബിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. അത് ഇങ്ങനെ തുടങ്ങുന്നു: അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഒരു അഭിഭാഷകനല്ല. ആര്? സാമുവൽ ജെറോം ഒരു മാധ്യമപ്രവർത്തകനും കൊലയാളിയുടെ കുടുംബത്തിന്റെ പ്രതിനിധിയുമാണ്. അല്ലാതെ BBC-യോട് അവകാശപ്പെട്ടതുപോലെ ഒരു അഭിഭാഷകനല്ല. അദ്ദേഹം പല പ്ലാറ്റ്ഫോമുകളിലൂടെയും സംഭാവനകൾ പിരിക്കുന്നുണ്ട്. കൂടാതെ ചർച്ച എന്ന പേരിൽ കണക്കില്ലാത്ത പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി $40,000. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒരു സന്ദേശം പോലും അയച്ചിട്ടില്ല. ഇതിന് വിപരീതമായി എന്തെങ്കിലും തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയ ശേഷം ഞാൻ അദ്ദേഹത്തെ സനായിൽ വെച്ച് കണ്ടു. അദ്ദേഹം എന്നെ അഭിനന്ദിക്കാൻ വന്നു. സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം പറഞ്ഞു, 1000 അഭിനന്ദനങ്ങൾ. എപ്പോഴാണ്? നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് ശരിവെച്ച സമയത്തുള്ള കാര്യമാണ് ഈ അബ്ദുൽ ഫത്ത പറയുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഞാൻ കണ്ടു. തലാൽ കുടുംബവുമായുള്ള ചർച്ചാ ചിലവുകൾ എന്ന പേരിൽ അദ്ദേഹം അവരിൽ നിന്ന് $20,000 ആവശ്യപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി മധ്യസ്ഥത എന്ന പേരിൽ അദ്ദേഹം ഞങ്ങളുടെ ചിന്തിയ രക്തം കച്ചവടം ചെയ്യുകയാണ്. ഈ മധ്യസ്ഥതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളിലെ പ്രസ്താവനകളിലൂടെ മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് സത്യമറിയാം. അദ്ദേഹം നുണ പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ അത് വെളിപ്പെടുത്തും. ഇതാണ് നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, സാമുവൽ ജെറോമിനെ കുറിച്ച് പറയുന്നത്. നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് തലാലിന്റെ കുടുംബത്തിൽ നിന്ന് സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ് സഹോദരനായ അബ്ദുൽ ഫത്ത മഹ്ദി. അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നതോടെ സാമുവൽ ജെറോം വലിയ രീതിയിൽ വഞ്ചന നടത്തിയിരുന്നതായി ഇതോടെ കൃത്യമായി തെളിയുകയാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ദിയാദനമായി $8 കോടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആക്ഷൻ കൗൺസിൽ പിരിച്ചുകൊടുത്ത പണം തട്ടാനുള്ള കൃത്യമായ ആസൂത്രണം ഈ തമിഴ്നാട് സ്വദേശി നടത്തി. പല ഘട്ടങ്ങളിലായി $44,000 തട്ടിയെടുക്കുകയും ചെയ്തു. മാത്രമല്ല, തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയ ശേഷം സാമുവൽ ജെറോമിനെ സനായിൽ വെച്ച് കണ്ടു. അദ്ദേഹം എന്നെ അഭിനന്ദിക്കാൻ വന്നു. സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം പറഞ്ഞു, 1000 അഭിനന്ദനങ്ങൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമാണ് ഒരു ദുഃഖവുമില്ലാതെ സന്തോഷത്തോടെ ഈ തലാലിന്റെ സഹോദരന് അഭിനന്ദനം അറിയിക്കുന്നത്. ഈ സാമുവൽ ജെറോം ഭാസ്കരന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. Dear brother Jain, yesterday I got a call from the chairman of the prisons, and he informed me that the Nimisha's execution order has been received in the jail. Before I came to India, I had given an offer of $1 million, and which is still valid. I mean, the person who was donating that $1 million, I spoke to him a week ago, and the valid it's not only the money, there is other components to that. I mean, there is a doctor who is willing to do 5 surgeries. Then somebody is willing to help to relocate the brother to Saudi Arabia or UAE if he wills. So it's a package that I had put it on the table. So if they were going to give, if they were willing to forgive, then this is the offer that is on table. നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ ഓർഡർ ജയിലിൽ നിന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും, ഒപ്പം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി $1 മില്യൺ ഏതോ ഒരു മലയാളി വാഗ്ദാനം ചെയ്ത കാര്യവുമൊക്കെയാണ് സാമുവൽ ജെറോം ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. അതായത് ദിയാദനം കണ്ടെത്താനായി സ്വന്തം നിലയിൽ സാമുവൽ പണപ്പിരിവ് നടത്തി എന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കിട്ടിയ പണമൊക്കെ അയാൾ കൈക്കലാക്കി എന്ന് വേണം പുതിയ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നിമിഷപ്രിയയുടെ അമ്മ സാമുവൽ ജെറോമിനൊപ്പമാണ്. ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാനുള്ള പവർ ഓഫ് അറ്റോർണിയും സാമുവൽ ജെറോമാണ്.
ഇദ്ദേഹം തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് തെറ്റായ വിവരങ്ങൾ യമനിൽ നിന്ന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആക്സസ് ഇല്ലാത്ത രാജ്യങ്ങളിലെ ഇത്തരം ചില മോചന കേസുകൾക്ക് പിന്നിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് നിമിഷപ്രിയ കേസിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്റർനാഷണലിന്റെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. യമനിൽ കൊല്ലപ്പെട്ട തലാൽ മഹദിയുടെ സഹോദരൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോം 2024 ഡിസംബർ തൊട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല. രണ്ടാം ഘട്ടത്തിൽ ആവശ്യപ്പെട്ട $20,000 ഡിസംബർ 27 ആക്ഷൻ കൗൺസിൽ എംബസി മുഖേന ട്രാൻസ്ഫർ ചെയ്ത് നൽകിയ ഉടനെ ഡിസംബർ 28 അദ്ദേഹം സ്വമേധയാ കൗൺസിലിന്റെ ഗ്രൂപ്പ് വിട്ട് പുറത്തുപോയി. നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ തിരക്കിയതാണ് അതിനുള്ള പ്രകോപനം. 2025 ജൂലൈ 15 നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച കോടതി ഉത്തരവ് വ്യാജമാണെന്നും ചർച്ചകളിൽ കാന്തപുരത്തിനോ യമനിലെ സൂഫി പണ്ഡിതർക്കോ യാതൊരു പങ്കുമില്ലെന്ന് ജെറോമിനൊപ്പം ചാനലുകളിൽ പ്രതികരിക്കുകയും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ ആയിരുന്ന ദീപ ജോസഫ്, കമ്മിറ്റി അംഗം ബാബു ജോൺ തുടങ്ങിയവരെ കൗൺസിലിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. വിവാദങ്ങൾ നിമിഷയുടെ മോചന ശ്രമങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് കരുതിയാണ് ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി പങ്കുവയ്ക്കാതിരുന്നത് എന്നാണ് സുഭാഷ് ചന്ദ്രൻ പോസ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ ആരോപണങ്ങൾ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉയരുന്നതോടെ ഇക്കാര്യത്തിലുള്ള നിലപാട് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുകയാണ്. കള്ളനാണയങ്ങളെ തിരിച്ചറിയുന്നതോടൊപ്പം നിമിഷയുടെ മോചനത്തിന് ദോഷകരമാകുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഓരോ വിവാദങ്ങളിലും തലാൽ മഹദിയുടെ കുടുംബത്തിനുണ്ടാകുന്ന മനോവിഷമങ്ങളിൽ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, നിരുപാധികം മാപ്പ് പറയുന്നു. ഇതാണ് സുഭാഷ് ചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. നിമിഷപ്രിയയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് യമനിലെ 3 കോടതികളിൽ നിന്ന് 3 വിധികൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്തിക്കാൻ എന്നുള്ള പേരിൽ സാമുവൽ ജെറോം കൈക്കലാക്കിയത് $4,000 ആണ്. ഉത്തരവ് കിട്ടണമെങ്കിൽ യമനിൽ പണം അടയ്ക്കണമെന്ന് പറഞ്ഞാണ് ഇയാൾ ഈ തുക സ്വന്തമാക്കിയത്. തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനും മറ്റുമായി സാമുവൽ ജെറോം $40,000 നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ നിന്ന് കൈപ്പറ്റി. പണത്തിനെല്ലാം കണക്ക് ചോദിച്ചപ്പോഴാണ്, സുഭാഷിന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ പണത്തിന് കണക്ക് ചോദിച്ചപ്പോഴാണ് അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആക്ഷൻ കൗൺസിലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ വർഷം സാമുവൽ ജെറോം എക്സിറ്റ് അടിച്ച് പുറത്തുപോയത്. അതിനുശേഷമാണ് പൂർണ്ണമായി പറ്റിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം ആക്ഷൻ കൗൺസിലിന് വരികയും നിമിഷപ്രിയയുടെ കാര്യത്തിൽ മറ്റ് മാർഗങ്ങൾ ആക്ഷൻ കൗൺസിൽ തേടിയതും. അങ്ങനെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ സാധ്യമായതും നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും. അതായത് നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടായി വധശിക്ഷ മാറ്റിവെച്ചില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ഈ സാമുവൽ ജെറോം നടത്തിയ തട്ടിപ്പൊന്നും പുറത്തു വരില്ലായിരുന്നു. സാമുവൽ ജെറോമിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീഴില്ലായിരുന്നു. നിമിഷപ്രിയയുടെ പേരിൽ തട്ടിയെടുത്ത പണത്തിന്റെ കണക്ക് പുറത്തു വരില്ലായിരുന്നു. എന്തായാലും വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷം ആ കുടുംബത്തെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, അതായത് തലാലിന്റെ കുടുംബത്തെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റു ചിലരുമായി ചേർന്നും സാമുവൽ ജെറോം പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷ മാറ്റിവെച്ചതിന് പിന്നാലെ ഇരയായ തലാലിന്റെ നാട്ടുകാരായ ചിലരുടെ ഫേസ്ബുക്ക് വാളിലും മലയാളത്തിലും അറബിയിലുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു. യമൻ സ്വദേശികളായ ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാനും അവിടെ പ്രകോപനം ഉണ്ടാക്കാനും ശ്രമമുണ്ടായി. എങ്ങനെയെങ്കിലും കാന്തപുരത്തിന്റെയും സൂഫി പുരോഹിതന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ദിയാദനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അല്ലെങ്കിൽ മാപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അത് അട്ടിമറിക്കപ്പെടണം എന്നത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. മുബാറക് റാവുത്തറിനെ പോലെയുള്ള ചില വ്യക്തികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലിന് പിന്നിലും സാമുവൽ ജെറോമിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാന്തപുരം മുസ്ലിയാരുടെ അനുയായിയായ ജവാദ് മുസ്തഫാബി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും യമനിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സത്യങ്ങൾ ബോധ്യമാവുകയാണ്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. അതിന്റെ ഫലമായാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. യമനിലെ നിയമം അനുശാസിക്കുന്നത് പോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ലോകം ആദരിക്കുന്ന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലും നടത്തുന്ന ശ്രമങ്ങൾ നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കുമെന്ന് നമുക്ക് ആശിക്കാം. ഈ കേസിലെ മുതലെടുപ്പുകാർ, മരണത്തിന്റെ വ്യാപാരികൾ പിടിക്കപ്പെടട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.